ഗുഡ് മോർണിംഗ് ടു ഓൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ഏജ് പേയ്മെൻറ്റ് സിസ്റ്റംസ് ആണ് ഡിസ്കസ് ചെയ്തത്. അതിൽ ടൈം റേറ്റ് സിസ്റ്റവും പീസ് റേറ്റ് സിസ്റ്റവും പറഞ്ഞിരുന്നു. ടൈം റേറ്റ് സിസ്റ്റത്തിനെ പറ്റി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പീസ് റേറ്റ് സിസ്റ്റമാണ്. അതിൽ പീസ് റേറ്റ് സിസ്റ്റത്തിൽ തന്നെ നമ്മൾ ഒരു മെത്തേഡ് ഓൾറെഡി പറഞ്ഞതാണ്, സ്ട്രെയിറ്റ് പീസ് വർക്ക് സിസ്റ്റം. അത് ഡിസ്കസ് ചെയ്തു. അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എന്താണെന്നൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് സ്റ്റാൻഡേർഡ് അവർ സിസ്റ്റം ഓഫ് പീസ് വർക്കാണ്. ഈ സ്റ്റാൻഡേർഡ് അവർ സിസ്റ്റം ഓഫ് പീസ് വർക്കിന് മറ്റു പല പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. സ്റ്റാൻഡേർഡ് ടൈം പ്ലാൻ, ടൈം പീസ് വർക്ക് അവർ ഫോർ അവർ പ്ലാൻ ഓർ 100% ബോണസ് പ്ലാൻ, ഇങ്ങനെ പല പേരിലും അറിയപ്പെടുന്ന ഒരു സ്കീമാണ് സ്റ്റാൻഡേർഡ് അവർ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിൽ ഏകദേശം നമ്മൾ ആദ്യം പറഞ്ഞ സ്ട്രെയിറ്റ് പീസ് വർക്ക് സിസ്റ്റം പോലെ തന്നെയാണ്, ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. രണ്ടും ഔട്ട്പുട്ടിൻ്റെ ഡയറക്റ്റ് പ്രൊപ്പോർഷനിൽ തന്നെയാണ് ഏർണിങ്സൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്നത്. സ്ട്രെയിറ്റ് പീസ് വർക്ക് സിസ്റ്റത്തിൽ എത്ര ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തു ഇൻറ്റു അവരുടെ പ്രൈസ് പെർ യൂണിറ്റ്, അതാണ് ഏർണിങ്സ് ആയിട്ട് കണക്കാക്കുക. ഇവിടെയും അതുപോലെ തന്നെ ഔട്ട്പുട്ടിൻ്റെ ബേസിസിൽ തന്നെയാണ് ഇവിടെയും വേജ് ഡിറ്റർമിൻ ചെയ്യുന്നത്. പക്ഷേ ഒരു മേജറായിട്ടുള്ളൊരു ഡിഫറൻസ് എന്ന് പറയുന്നത്, ഇൻ കേസ് ഓഫ് സ്റ്റാൻഡേർഡ് അവർ പ്ലാൻ, ഇൻസ്റ്റെഡ് ഓഫ് പ്രൈസ് പെർ പീസ്, എ സ്റ്റാൻഡേർഡ് ടൈം ഈസ് അലൗഡ് ടു കംപ്ലീറ്റ് എ പർട്ടിക്കുലർ ജോബ്. അതായത് ഒരു ജോബ് കംപ്ലീറ്റ് ചെയ്യാൻ ഒരു സ്റ്റാൻഡേർഡ് ടൈം അനുവദിച്ചിട്ടുണ്ടായിരിക്കും. സപ്പോസ് ആ ഒരു പർട്ടിക്കുലർ എംപ്ലോയി ആ സ്റ്റാൻഡേർഡ് ടൈം എടുത്തിട്ടോ അല്ലെങ്കിൽ അതിനേക്കാട്ടിലും കുറവ് സമയം എടുത്തിട്ടോ ആണ് ആ ജോബ് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, സപ്പോസ് സ്റ്റാൻഡേർഡ് ടൈം ഒരു 10 hours ആണെന്ന് വിചാരിക്കാം. അയാളത് കംപ്ലീറ്റ് ചെയ്തത് ഒരു 7 അല്ലെങ്കിൽ 8 hours എടുത്തിട്ടാണ് ആ ജോബ് കംപ്ലീറ്റ് ചെയ്തത് എന്നുണ്ടെങ്കിൽ, അയാൾക്ക് കിട്ടുന്ന വേജ് റേറ്റ് എന്ന് പറയുന്നത് അയാൾ എത്രത്തോളം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തോ ഇൻറ്റു അയാളുടെ ടൈം റേറ്റ്, എത്രയാണോ അയാളുടെ സ്റ്റാൻഡേർഡ് ടൈം, അല്ലെങ്കിൽ ആ സ്റ്റാൻഡേർഡ് ടൈം എത്രയാണോ ഇൻറ്റു അതിന് അയാളുടെ ടൈം റേറ്റ് ആണ് അതിൻ്റെ ഏർണിങ്സ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സപ്പോസ് അയാൾ സ്റ്റാൻഡേർഡ് ടൈമിനെക്കാട്ടിലും കൂടുതൽ ടൈം എടുത്തിട്ടാണ് ആ ഒരു പർട്ടിക്കുലർ ജോബ് കംപ്ലീറ്റ് ചെയ്തത് എന്നുണ്ടെങ്കിൽ, if he takes more than standard time to do the job, he is paid at his time rate for the time actually spent on the job. ഇപ്പോൾ അയാൾ 12 മണിക്കൂർ എടുത്തു എന്നുണ്ടെങ്കിൽ ആ 12 മണിക്കൂറിൻ്റെ മുകളിലാണ് അയാൾക്ക് ടൈം റേറ്റ് ആയിട്ട് അത് ഫിക്സ് ചെയ്യുന്നത്. പക്ഷേ ഒരിക്കലും അവിടെ അയാൾക്ക് കൂടുതൽ, അതായത് കൂടുതൽ ടൈം എടുത്ത് പെർഫോം ചെയ്ത ആൾക്ക് കൂടുതൽ വേജ് കിട്ടും എന്നുള്ളതല്ല. അതിന് ഒരു ക്ലാസിഫിക്കേഷൻ പറയുന്നുണ്ട്. അതിനുള്ള ഫോർമുല ഇങ്ങനെയാണ്: when production is in excess of standard performance, സ്റ്റാൻഡേർഡ് പെർഫോമൻസിനെക്കാട്ടിലും കൂടുതലാണ് പ്രൊഡക്ഷൻ എങ്കിൽ ഏർണിങ്സ് കിട്ടുന്നത് ആക്ച്വൽ അവേഴ്സ് വർക്ക് ഇൻറ്റു അവേർലി റേറ്റ് ഓഫ് പേ പ്ലസ് അവേർലി റേറ്റ് ഓഫ് പേ. അതായത് ഈ രണ്ടാമത് പറയുന്ന ആഡ് ചെയ്യുന്ന അവേർലി റേറ്റ് ഓഫ് പേ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് അവേഴ്സ് പ്രൊഡ്യൂസ്ഡ്, എത്രയാണോ അവരുടെ സ്റ്റാൻഡേർഡ് അവേഴ്സ് ആയിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്, മൈനസ് ആക്ച്വൽ അവേഴ്സ് വർക്ക്ഡ്, അവർ എത്ര ടൈം അതിനു വേണ്ടി എടുത്തു. അപ്പോൾ ചിലപ്പോൾ അവിടെ അവർക്ക് എക്സസ് ആണല്ലോ, അവർ കൂടുതലായിട്ട് പെർഫോം ചെയ്തവരാണ്. സോ അവരവിടെ കുറച്ച് ടൈം സേവ് ചെയ്തിട്ടുണ്ട്. ആ ടൈം സേവ് ചെയ്തതാണ് ഇവിടെ നമ്മൾ അവേർലി റേറ്റ് ഓഫ് പേ ആയിട്ട് രണ്ടാമത് ആഡ് ചെയ്യുന്നത്. അപ്പോൾ പ്രൊഡക്ഷൻ സ്റ്റാൻഡേർഡ് പെർഫോമൻസിനെക്കാട്ടിലും കൂടുതലായിട്ട് ഉള്ള പ്രൊഡക്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ അവരുടെ ഏർണിങ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആക്ച്വൽ അവേഴ്സ് അവർ എത്ര വർക്ക് ചെയ്തു ഇൻറ്റു അവരുടെ അവേർലി റേറ്റ് എത്രയാണോ അത് പ്ലസ് അവർ സേവ് ചെയ്ത ടൈം, അതിനും കൂടെ അവേർലി റേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേസമയം വെൻ പ്രൊഡക്ഷൻ ഈസ് ബിലോ സ്റ്റാൻഡേർഡ് പെർഫോമൻസ്, സ്റ്റാൻഡേർഡിനെക്കാട്ടിലും ബിലോ പെർഫോമൻസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന ഏർണിങ്സ് എന്ന് പറയുന്നത് അവേർലി റേറ്റ് ഓഫ് പേ ഇൻറ്റു ആക്ച്വൽ ടൈം ആയിരിക്കും. അവർക്ക് കിട്ടുന്നത് അവേർലി റേറ്റ് ഇൻറ്റു അവരുടെ ആക്ച്വൽ ടൈം എത്രയാണോ അവരെടുത്തത് അത്രേ അവർക്ക് ഏർണിങ്സ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ സ്റ്റാൻഡേർഡ് അവർ സിസ്റ്റം ഓഫ് പീസ് വർക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ ജോബും പെർഫോം ചെയ്യാൻ ഒരു സ്റ്റാൻഡേർഡ് ടൈം അലോ ചെയ്തിട്ടുണ്ടായിരിക്കും. ആ സ്റ്റാൻഡേർഡ് ടൈമിലോ അല്ലെങ്കിൽ അതിനേക്കാട്ടിലും കുറവ് ടൈം ആണെങ്കിൽ സ്റ്റാൻഡേർഡ് ടൈം ഇൻറ്റു അവരുടെ എത്രയാണോ അവരുടെ അവേർലി പേ
അത്രയാണ് കൊടുക്കുക. അതേസമയം ബിലോ സ്റ്റാൻഡേർഡ് ആണെന്നുണ്ടെങ്കിൽ അതിന് 2 ഫോർമുലയായിട്ടാണ് പറയുന്നത്. പ്രൊഡക്ഷൻ കൂടുതലാണെങ്കിൽ ആക്ച്വൽ അവേഴ്സ് അവർ എത്ര വർക്ക് ചെയ്തു ഇൻറ്റു അതിൻ്റെ അവേർലി റേറ്റ് പ്ലസ് സേവ് ചെയ്തതിൻ്റെ റേറ്റും കൂടെ അവർക്ക് കിട്ടും. പ്രൊഡക്ഷൻ ബിലോ സ്റ്റാൻഡേർഡ് ആണെന്നുണ്ടെങ്കിൽ ഏർണിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അവേർലി റേറ്റ് ഓഫ് പേ ഇൻറ്റു ആക്ച്വൽ ടൈം ആയിരിക്കും. ഇനി അതിൻ്റെ അഡ്വാൻറ്റേജായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ദ സിസ്റ്റം ഈസ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. വളരെ സിമ്പിളാണ് മനസ്സിലാക്കാനായിട്ട്. It has got wide scope of application in group installation. Group installation ആണ് ഇതിൽ കൂടുതൽ സ്കോപ്പ് ഉള്ളത്. This method permit comparison of relative performance of departments. ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പെർഫോമൻസ് കമ്പയർ ചെയ്യാൻ ഈ മെത്തേഡ് സ്യൂട്ടബിൾ ആയിരിക്കും. A lot of disadvantages of straight piece work system are met by system. Straight piece work systemത്തിൻ്റെ എല്ലാ ഡിസഡ്വാൻറ്റേജസും ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. The system can be used in any situation. ഏത് സിറ്റുവേഷനിൽ വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം. Where straight piece work system can be used. Straight piece work system നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലായിടത്തും ഈ ഒരു സിസ്റ്റം കൂടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജസ് ഇത്രയാണ്. സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ആണ്, ഗ്രൂപ്പ് ഇൻസ്റ്റലേഷനാണ് കൂടുതൽ സ്കോപ്പ് ഉള്ളത്, ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ പെർഫോമൻസുകളിനെ കമ്പയർ ചെയ്യാനായിട്ട് സഹായിക്കും. പിന്നെ സ്ട്രേറ്റ് പീസ് വർക്ക് സിസ്റ്റത്തിൻ്റെ എല്ലാ ഡിസഡ്വാൻറ്റേജസിനെയും കവർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. സ്ട്രേറ്റ് പീസ് വർക്ക് സിസ്റ്റം അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലായിടത്തും ഈ സ്റ്റാൻഡേർഡ് അവേഴ്സ് പ്ലാനും കൂടെ അഡോപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ്, പീസ് വർക്ക് വിത്ത് ഗ്യാരൻറ്റീഡ് മിനിമം ഡെയിലി വേജസ് ആണ്. ഇതിൽ പറയുന്നത് സ്ട്രേറ്റ് പീസ് വർക്ക് സിസ്റ്റവും സ്റ്റാൻഡേർഡ് അവർ സിസ്റ്റം ഓഫ് പീസ് വർക്കും രണ്ടും നമുക്ക് ഉപയോഗിക്കാനായിട്ട്, രണ്ടും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അവിടെ അവരുടെ ലെവൽ ഓഫ് പെർഫോമൻസിനെ കൺസിഡർ ചെയ്യാതെ എങ്ങനെയാണ് അത് നോക്കുക എന്നുള്ളത് പറയാം. ഏർണിങ്സ് വിൽ ബി ഹയർ ഓഫ് ദ ടു. അതായത് 2 കാര്യം പറയുന്നുണ്ട്. അതിലെ ഏതാണോ കൂടുതലായിട്ട് നിൽക്കുന്നത് അതായിരിക്കും അവരുടെ ഏർണിങ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുക. If the straight piece work system with a guaranteed minimum daily wage is in operation. അപ്പോൾ സ്ട്രേറ്റ് പീസ് വർക്ക് സിസ്റ്റം ഗ്യാരണ്ടീഡ് മിനിമം ഡെയിലി വേജും ആണ്. ഈ സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏർണിങ്സ് ഇപ്രകാരമായിരിക്കും. ഏർണിങ്സ് വിൽ ബി ഹയർ ഓഫ് ദ ടു. ഇനി പറയുന്ന 2 കാര്യങ്ങളിൽ ഹയർ ആയിട്ട് നിൽക്കുന്നത് ഏതാണോ അതായിരിക്കും അവരുടെ ഏർണിങ്സ്. ഒന്നുകിൽ നമ്പർ ഓഫ് യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ്, അവർ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു ഇൻറ്റു പീസ് റേറ്റ് പെർ യൂണിറ്റ്. ഒരു യൂണിറ്റിൻ്റെ പ്രൈസ് ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന എമൗണ്ട്, അല്ലെങ്കിൽ മിനിമം വേജ്. ഇതിൽ ഏതാണോ കൂടുതൽ അതായിരിക്കും ഒരു എംപ്ലോയിയുടെ ഏർണിങ്സ് എന്ന് പറയുന്നത്. പീസ് വർക്ക് വിത്ത് ഗ്യാരണ്ടീഡ് മിനിമം ഡെയിലി വേജസ്, ഈ ഒരു സ്കീമിൽ 2 ഓപ്ഷൻ ഉണ്ട്. അതിൽ ഹയറായിട്ട് നിൽക്കുന്ന എമൗണ്ട് ആയിരിക്കും എംപ്ലോയിയുടെ ഏർണിങ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം, ഇതിൽ ഈ ഒരു സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ എഫിഷ്യൻറ്റ് വർക്കേഴ്സിനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്നത്. ദിസ് സിസ്റ്റം ഓഫേഴ്സ് ഇൻഡ്യൂസ്മെൻറ്റ് ടു വർക്കേഴ്സ് ടു ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി. അപ്പോൾ ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എംപ്ലോയീസിൻ്റെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ അതേസമയം ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സ്കീമാണ്, കുറച്ച് എക്സ്പെൻസീവും ആണ് അത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട്. ഈ സ്കീം കുറച്ചൊരു ബുദ്ധിമുട്ടാണ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട്. കാരണം ഇതിന് കുറച്ച് ഫോർമുലാസ് ബേസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഏർണിങ്സ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഡിഫറൻഷ്യൽ പീസ് വർക്ക് സിസ്റ്റത്തിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ക്ലാസിഫൈ ചെയ്യുന്നത് ടൈലേഴ്സ് സിസ്റ്റവും ഉണ്ട്, മെറിക്സ് സിസ്റ്റവും ഉണ്ട്. അതിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ്. ഇത് ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് സിസ്റ്റം ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് നമുക്കെല്ലാവർക്കും നല്ല പരിചയമുള്ള FW ടൈലർ. FW ടൈലർ ആരാന്നറിയാലോ? ആരാ? ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. അപ്പോൾ FW ടൈലറാണ് ഈ ഒരു ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നീട് അത് മെറിക്സ് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സിസ്റ്റം പറയുന്നത് ഇതിൽ ദിസ് സിസ്റ്റം ഈസ് ബേസ്ഡ് അപ്പോൺ 2 or more ഫിക്സഡ് പീസ് റേറ്റ്. ഇതിൽ 2ൽ കൂടുതൽ ഫിക്സഡ് പീസ് റേറ്റുകൾ ഉണ്ടായിരിക്കും. അതിൽ 1 പീസ് റേറ്റ് ഈസ് യൂസ്ഡ് ഫോർ വർക്കേഴ്സ്. ഒരു പീസ് റേറ്റ് വർക്കേഴ്സിനും മീൻസ് ഹൂസ് പ്രൊഡക്ഷൻ ഈസ് ലോവർ ദാൻ മിനിമം പ്രിസ്ക്രൈബ്ഡ് പ്രൊഡക്ഷൻ.
നമ്മളുടെ പ്രിസ്ക്രൈബ്ഡ് പ്രൊഡക്ഷനെക്കാട്ടിലും കുറവായിട്ടുള്ള പ്രൊഡക്ഷനുള്ള വർക്കേഴ്സിനും അതേസമയം മറ്റൊരു പീസ് റേറ്റ് ഫിക്സ് ചെയ്യുന്നത് എ ഹയർ റേറ്റ് ഈസ് പെയ്ഡ് ഫോർ ടു ദ വർക്കേഴ്സ് ഹൂ പ്രൊഡ്യൂസ് എബവ് ദ ലെവൽ. അതായത് ഹയർ പെർഫോമൻസ് ഉള്ള ആളുകൾക്ക് ഹയർ റേറ്റും ബിലോ പെർഫോമൻസ് ഉള്ള ആളുകൾക്ക് ലോവർ റേറ്റും, അങ്ങനെ 2 തരത്തിലുള്ള റേറ്റാണ് ഇവിടെ ഫിക്സ് ചെയ്യുന്നത്. ഈ സിസ്റ്റം ത്തിന് 2 ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. 2 ഒബ്ജക്റ്റീവ്സ് മീറ്റ് ചെയ്യാനായിട്ടാണ് ഈ ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ പറയുന്നത് ടു ഡിസ്കറേജ് ബിലോ ആവറേജ് വർക്കേഴ്സ്, അതായത് ബിലോ ആവറേജ് വർക്കേഴ്സിനെ ഡിസ്കറേജ് ചെയ്യുക. എങ്ങനെയാണ്? ബൈ പ്രൊവൈഡിങ് നോ ഗ്യാരണ്ടീഡ് വേജസ്. ഇവിടെ ഗ്യാരണ്ടീഡ് വേജസ് ഇല്ല, ഓരോരുത്തരും പെർഫോം ചെയ്യുന്നതിനനുസരിച്ച് മാത്രമാണ് അവർക്ക് റിമ്യൂണറേഷൻ കിട്ടുന്നത്. ഒരു ഗ്യാരണ്ടീഡ് വേജ് റേറ്റ് ഇവിടെ പറയുന്നില്ല. ആൻഡ് സെറ്റിംഗ് ലോ പീസ് റേറ്റ് ഫോർ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ. അവർക്ക് അതായത് ബിലോ പെർഫോമൻസ് ആയിട്ടുള്ള എംപ്ലോയീസ് ആണെന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ കൊടുക്കുന്നത് അവരെ നമ്മൾ ഡിസ്കറേജ് ചെയ്യുക. അതായത് മിനിമം വേജ് കിട്ടുന്നുണ്ടെങ്കിൽ അവർ കൂടുതൽ ബെറ്ററായിട്ട് പെർഫോം ചെയ്യാനായിട്ട് നോക്കില്ല. അപ്പോൾ മിനിമം വേജ് ഇവിടെ കൊടുക്കുന്നില്ല, അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാം, അവരെ ഡിസ്കറേജ് ചെയ്യാം. മീൻസ് ബിലോ ആവറേജ് ആയിട്ടുള്ള വർക്കേഴ്സിനെ ഡിസ്കറേജ് ചെയ്തുകൊണ്ട് അവരെ കൂടുതൽ വർക്ക് ചെയ്യാൻ പ്രേരിപ്പിക്കുക. രണ്ടാമത്തെ ഒബ്ജക്റ്റീവായിട്ട് നമ്മൾ പറയുന്നത് ടു റിവാർഡ് ദ എഫിഷ്യൻറ്റ് വർക്കേഴ്സ്. നന്നായിട്ട് പെർഫോം ചെയ്യുന്ന വർക്കേഴ്സ് ഉണ്ടായിരിക്കും, അവർക്കുള്ള ഒരു റിവാർഡാണ്. എങ്ങനെയാ? ബൈ സെറ്റിംഗ് ഹയർ പീസ് റേറ്റ് ഫോർ ഹയർ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ. കൂടുതൽ പ്രൊഡക്ഷൻ നടത്തുന്നവർക്ക് ഹയർ റേറ്റ് പ്രൊവൈഡ് ചെയ്ത് അവരെ എൻകറേജ് ചെയ്യുക. അപ്പോൾ 2 ആസ്പെക്റ്റും നടക്കുന്നുണ്ട്, പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. പോസിറ്റീവായിട്ട് നമുക്ക് പറയാൻ സാധിക്കുക എഫിഷ്യൻറ്റ് വർക്കേഴ്സിന് ഹയർ റേറ്റ് കൊടുത്ത് അവരെ എൻകറേജ് ചെയ്യുക. അതേസമയം ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കേഴ്സിന് ഗ്യാരണ്ടീഡ് മിനിമം വേജ് കൊടുക്കാതെ അവരെ എന്ത് ചെയ്യുക, ഡിസ്കറേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജ് ആണ് പറയുന്നത്. ഇറ്റ് ഈസ് സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഓപ്പറേറ്റ്. വളരെ സിമ്പിളാണ്. ഇറ്റ് പ്രൊവൈഡ്സ് സ്ട്രോങ് ഇൻസെൻറ്റീവ് ടു എക്സ്പേർട്ട് വർക്കേഴ്സ്. നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളുകൾക്കുള്ള ഒരു ഇൻസെൻറ്റീവും കൂടിയാണ്, കാരണം ഹയർ റേറ്റാണ് കൊടുക്കുന്നത്. മാത്രമല്ല നമ്മളുടെ ഓർഗനൈസേഷനിലേക്ക് പുറമേ നിന്നുള്ള ബെസ്റ്റ് ടാലൻസിനെ നമുക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഹയർ പീസ് റേറ്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് നോക്കും. അങ്ങനെ നമ്മളുടെ ടോട്ടൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇത്രയും അഡ്വാൻറ്റേജസ് ഉണ്ട്. സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഈസി ടു ഓപ്പറേറ്റ് ആണ്. ദെൻ ഇൻസെൻറ്റീവ് ടു എക്സ്പേർട്ട് വർക്കേഴ്സ്, ബെസ്റ്റ് ടാലൻസിനെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും. അതിൻ്റേതായ ഡിസ്അഡ്വാൻറ്റേജസും ഉണ്ട്. ഫസ്റ്റ് വൺ പറയുന്നത് ഒരിക്കലും ഒരു മിനിമം വേജ് ഗ്യാരണ്ടി ചെയ്യുന്നില്ല. അപ്പോൾ അത് ലോ പെർഫോമിംഗ് ആയിട്ടുള്ള വർക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത് ബുദ്ധിമുട്ടാണ്. കാരണം അവർക്ക് മറ്റു പല സ്കീമിലും ഒരു മിനിമം വേജ് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. പക്ഷേ ടൈലേഴ്സിൻ്റെ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റത്തിൽ ഒരു മിനിമം വേജ് ഗ്യാരണ്ടി ചെയ്യാത്തിടത്തോളം ലോവർ പെർഫോമിംഗ് ആയിട്ടുള്ള വർക്കേഴ്സിന് അത് ടെൻഷനാണ്. ദെൻ ഇറ്റ് punishes the slow workers or beginners by giving the low piece rate. അതായത് ഇപ്പോൾ ഒരു ബിഗിനർ ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അത്ര അങ്ങോട്ട് എഫിഷ്യൻ്റ് അല്ലാത്തൊരു ഇതാണെന്നുണ്ടെങ്കിൽ അവർക്ക് ശരിക്കും അതൊരു പനിഷ്മെൻ്റ് ആണ്, കാരണം അവർക്ക് ലോവർ റേറ്റ് ആണ് കിട്ടുന്നത്. എഫിഷ്യൻറ്റ് വർക്കേഴ്സിനെയും ഇൻഎഫിഷ്യൻറ്റ് വർക്കേഴ്സിനെയും ഇവിടെ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുമ്പോൾ അവിടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. സോ എംപ്ലോയീസിൻ്റെ ഇടയിൽ തന്നെ ഒരു ശത്രുതയ്ക്കുള്ള ചാൻസ് കൂടുതലാണ്. നെക്സ്റ്റ്, ലേബർ കോസ്റ്റ് ഓഫ് എ ജോബ് വിൽ ബി ഡിഫറെൻറ്റ് ഫോർ 2 ലെവൽസ് ഓഫ് പെർഫോമൻസ്. അതായത് ഒരു പർട്ടിക്കുലർ ജോബിന് തന്നെ ഒരു പർട്ടിക്കുലർ ജോബിൻ്റെ ലേബർ കോസ്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. അത് പെർഫോമൻസ് ബേസ്ഡ് ആയിട്ട് രണ്ടും ഡിഫറെൻ്റ് ആയിരിക്കും. ലോ പെർഫോമൻസിന് വേറെയും അതുപോലെ തന്നെ ഹയർ പെർഫോമൻസിന് വേറെ ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റത്തിനെ പറ്റി ഡിസ്കസ് ചെയ്യാനുള്ളത്. ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റത്തിൽ ഇത്രയാണ് പറയുന്നത്. നന്നായി പെർഫോം ചെയ്യുന്നവർക്ക് ഹയർ റേറ്റും ലോവർ പെർഫോമൻസ് ഉള്ളവർക്ക് ലോവർ റേറ്റും. അപ്പോൾ അവരെ തമ്മിൽ അവിടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, മെറിക്സ് ഡിഫറൻഷ്യൽ ഓർ മൾട്ടിപ്പിൾ പീസ് റേറ്റ് സിസ്റ്റം ആണ്. മെറിക്സിൻ്റെ ഡിഫറൻഷ്യൽ ഓർ മൾട്ടിപ്പിൾ പീസ് റേറ്റ് സിസ്റ്റം. ഇതിൽ ബിലോ ആവറേജ് വർക്കേഴ്സിനെയാണ് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. മെറിക്സ് ടൈലേഴ്സിൻ്റെ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റത്തിനെ മോഡിഫൈ ചെയ്തിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൽ നമ്മൾ ഒരു പനിഷ്മെൻ്റ് എന്നുള്ള പോലെ കൊടുക്കുന്ന ലോവർ റേറ്റ് അത് ഇറ്റ് ഈസ് നോട്ട് ഇമ്പോസ്ഡ് ഫോർ പെർഫോമൻസ് ബിലോ സ്റ്റാൻഡേർഡ്.
അപ്പോൾ ഇവിടെ ബിലോ സ്റ്റാൻഡേർഡ് ആണെന്നുണ്ടെങ്കിലും ആ ലോവർ റേറ്റ് ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റത്തിൽ പറഞ്ഞിരുന്ന ആ ഒരു ലോവർ റേറ്റ് ഇവിടെ അപ്ലൈ ചെയ്യുന്നില്ല. ആൻഡ് പെർഫോമൻസ് എബോവ് സ്റ്റാൻഡേർഡ് ഈസ് റിവാർഡഡ് ബൈ മോർ ദാൻ ഹയർ ഡിഫറൻഷ്യൽ റേഷ്യോ. ബിലോ എവറേജ് ആയിട്ടുള്ളവർക്ക് ഇവിടെ യാതൊരു തരത്തിലുള്ള പണിഷ്മെൻറ്റും കിട്ടുന്നില്ല. അതേസമയം എഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കേഴ്സിനാണെങ്കിൽ അവരുടെ പെർഫോമൻസിൻ്റെ ബേസിസിൽ ഹയർ പെർഫോമൻസിനെ വീണ്ടും കാറ്റഗറൈസ് ചെയ്ത് അതിൻ്റെ ബേസിസിൽ അവർക്ക് കൂടുതൽ ഹയർ റേറ്റ് ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൽ മെയിനായിട്ടും 3 ഡിഫറൻഷ്യൽ റേറ്റുകളാണ് മെറിറ്റ്സിൻ്റെ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റത്തിൽ പറയുന്നത്. അപ് ടു 83 1/3% ഓഫ് എഫിഷ്യൻസി 83 1/3% ഓഫ് എഫിഷ്യൻസി വരെ ഉള്ളവർക്ക് നോർമൽ പീസ് റേറ്റ് അപ്ലിക്കബിൾ ആണ്. അവിടെ ലോവർ പെർഫോമൻസ് എന്നുള്ളൊരു കൺസിഡറേഷൻ ഇല്ല. ഇത്രയും 83 1/3% അറ്റൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് നോർമൽ പീസ് റേറ്റ് ആണ് കിട്ടുക. ഇനി എബവ് 83 1/3% ഇതിനേക്കാട്ടിലും മുകളിൽ ആൻഡ് അപ് ടു 100%, ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലാണ് 100%ൻ്റെയും 83 1/3ൻ്റെയും ഇടയിലാണ് പെർഫോമൻസ് എന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്നത് 10% എബവ് നോർമൽ റേറ്റ്. നോർമൽ റേറ്റ് എത്രയാണോ അതിൻ്റെ 10% അധികമായിരിക്കും കിട്ടുന്നത്. ഇനി എബവ് 100% ആണെങ്കിലോ അവർക്ക് 20%, നോർമൽ റേറ്റിനെക്കാട്ടിലും 20% കൂടുതലാണ് അവർക്ക് കിട്ടുന്നത്. അപ്പോൾ മെറിറ്റ്സിൻ്റെ ഡിഫറൻഷ്യൽ ഓർ മൾട്ടിപ്പിൾ പീസ് റേറ്റ് സിസ്റ്റത്തിൽ അതിൽ അഡ്വാൻറ്റേജ് കിട്ടാൻ പോകുന്നത് ലോവർ പെർഫോമിംഗ് ആയിട്ട് നിൽക്കുന്ന ആളുകളാണ്. കാരണം അവർക്ക് യാതൊരു തരത്തിലുള്ള പനിഷ്മെൻറ്റും ഇല്ല. ഒരു 83 1/3% വരെ പെർഫോമൻസ് ഉള്ള എല്ലാവർക്കും നോർമൽ റേറ്റ് അപ്ലിക്കബിൾ ആണ്. 83 1/3 to 100% പെർഫോമൻസ് ഉള്ളവർക്ക് 10% എബവ് നോർമൽ റേറ്റ് ആണ്. എബവ് 100% പെർഫോം ചെയ്യുന്നവർക്ക് 20% ഓഫ് നോർമൽ റേറ്റ് ആണ്. ദെൻ ഈ ഒരു മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഇറ്റ് ഈസ് സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഈസി ടു ഓപ്പറേറ്റ്. അതുപോലെ തന്നെ ലെസ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കേഴ്സിന് അവിടെ ഒരു പനിഷ്മെൻറ്റ് ഇല്ല. മാത്രമല്ല നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഹയർ റേറ്റ് തന്നെ പല സ്ലാബിൽ കൊടുക്കുന്നത് കൊണ്ട് ബെസ്റ്റ് ടാലൻസിനെയൊക്കെ നമുക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ബിഗിനേഴ്സിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും അവർക്കും അത് ടെൻഷനില്ല. കാരണം അവർക്കൊരു ലോവർ റേറ്റ് എന്നുള്ളതില്ല. 83 1/3 വരെ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും ബിഗിനേഴ്സിനാണെങ്കിലും ഒക്കെ ഒരു നോർമൽ റേറ്റ് അപ്ലിക്കബിൾ ആണ്. ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക ഇതിൽ മിനിമം വേജ് ഗ്യാരണ്ടി ചെയ്യുന്നില്ല. ദെൻ ഇറ്റ് ഡിസ്ക്രിമിനേറ്റ് ബിറ്റ്വീൻ എഫിഷ്യൻ്റ് ആൻഡ് ഇൻഎഫിഷ്യൻ്റ് വർക്കേഴ്സ്. എഫിഷ്യൻ്റ് വർക്കേഴ്സിനെയും ഇൻഎഫിഷ്യൻ്റ് വർക്കേഴ്സിനെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം സ്റ്റാൻഡേർഡ് പെർഫോമൻസിന് മുകളിലുള്ള ആളുകളെ തന്നെ വീണ്ടും പല കാറ്റഗറി ആയിട്ട് ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നുണ്ട്. ലേബർ കോസ്റ്റ് ഓഫ് ജോബ്സ് ഡൺ ബൈ ഡിഫറെൻറ്റ് വർക്കേഴ്സ് മേ ഡിഫർ. ഓരോരുത്തരും ചെയ്യുന്ന പെർഫോമൻസിനെ ബേസ് ചെയ്തുകൊണ്ട് ലേബർ കോസ്റ്റിലും ഡിഫറൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നമുക്ക് പറയുന്നത്. വളരെ സിമ്പിളാണ്. എഫിഷ്യൻറ്റ് വർക്കേഴ്സിന് പനിഷ്മെൻ്റ് ഒന്നും കിട്ടുന്നില്ല. മാത്രമല്ല എഫിഷ്യൻറ്റ് വർക്കേഴ്സിനാണെങ്കിൽ അവർക്ക് നല്ലൊരു റിവാർഡും കൂടിയിട്ടാണ്. ബിഗിനേഴ്സിനൊക്കെ സ്യൂട്ടബിളാണ്. ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുകയാണെങ്കിൽ മിനിമം വേജസ് ഗ്യാരണ്ടി ചെയ്യുന്നില്ല. എഫിഷ്യൻറ്റ് വർക്കേഴ്സിനെയും ഇൻഎഫിഷ്യൻറ്റ് വർക്കേഴ്സിനെയും തമ്മിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലേബർ കോസ്റ്റ് ഫോർ ഡിഫറെൻറ്റ് വർക്കേഴ്സ് മേ ഡിഫർ. അടുത്തത് ഇതിൻ്റെ ഒരു കോമ്പിനേഷനാണ്. കോമ്പിനേഷൻ ഓഫ് ടൈം ആൻഡ് പീസ് വർക്ക്. അപ്പോൾ ടൈം റേറ്റ് സിസ്റ്റവും പീസ് റേറ്റ് സിസ്റ്റവും രണ്ടും അതിൻ്റേതായിട്ടുള്ള ഒരുപാട് ഡിഫക്ട്സ് ഒക്കെ ഉണ്ട്. സോ ഇപ്പോൾ ടൈം റേറ്റ് സിസ്റ്റത്തിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ വർക്കേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യണില്ല. അതായത് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ള ഒരു മോട്ടിവേഷൻ അവിടെ കിട്ടണില്ല. അവർ സ്പെൻഡ് ചെയ്ത ടൈമിൻ്റെ ബേസിസിൽ അവർക്ക് ഏണിങ്സ് കിട്ടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ യാതൊരു തരത്തിലുള്ള എൻകറേജ്മെൻറ്റും ഇല്ല. പീസ് വർക്ക് സിസ്റ്റത്തിലാണെങ്കിൽ അവിടെ ഒരു മിനിമം വേജ് ഗ്യാരണ്ടി ചെയ്യുന്നുമില്ല. എത്ര പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ അതിൻ്റെ ബേസിസിൽ. വളരെ കുറവാണെന്നുണ്ടെങ്കിൽ അത് അഡ്വേഴ്സ്ലി എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇതിന് രണ്ടിനും അതിൻ്റേതായിട്ടുള്ള പല ഡിഫക്റ്റുകളും ഉണ്ട് ഈ രണ്ട് സിസ്റ്റത്തിനും. സോ അവിടെ ഇതിനൊക്കെ ഓവർകം ചെയ്യാനായിട്ട് പുതിയൊരു കോമ്പിനേഷൻ, ഇതിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ ഈ കമ്പൈൻ ചെയ്തിട്ടുള്ള സിസ്റ്റത്തിൽ മെയിനായിട്ടും നമുക്ക് 3 സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത്
ഗാണ്ട് ടാസ്ക് ആൻഡ് ബോണസ് സിസ്റ്റം. ഗാണ്ട് ടാസ്ക് ആൻഡ് ബോണസ് സിസ്റ്റമാണ്. ഇവിടെ ഈ ഒരു സിസ്റ്റത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ടൈം റേറ്റും പീസ് വർക്കും ബോണസും ഒക്കെ കമ്പൈൻ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഗാണ്ട് ടാസ്ക് ബോണസ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ദിസ് സിസ്റ്റം അറ്റംപ്റ്റ് ടു ഗെയിൻ ഇമ്മീഡിയറ്റ്ലി സം ഓഫ് ദ മെനി അഡ്വാൻറ്റേജസ് വിച്ച് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം പ്രോമിസ് ടു അഷ്വർ ഗ്രാജുവലി. ഈ ഒരു സിസ്റ്റം ഗാണ്ട് ടാസ്ക് ബോണസ് സിസ്റ്റത്തിൽ നമ്മൾ പറഞ്ഞത് ഇതിൽ ടൈം റേറ്റ് വരുന്നുണ്ട്, പീസ് വർക്ക് സിസ്റ്റം, അതുപോലെ തന്നെ ബോണസും ഇതിൻ്റെ ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് നോക്കാം. ടൈം വേജസ് ആർ ഗ്യാരണ്ടീഡ്. ഇതിൽ എന്തുണ്ട്? ടൈം വേജ് ഗ്യാരണ്ടീഡ് ആണ്. പിന്നെ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഓർ ടൈം ഈസ് ഫിക്സഡ് ഫോർ ഈച്ച് ജോബ്. ഓരോ ജോബിനും ഒന്നുകിൽ ഒരു സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടോ അല്ലെങ്കിൽ ടൈം ആണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ടൈമും ഫിക്സ് ചെയ്യുന്നുണ്ട്. പെർഫോമൻസ് ബിലോ സ്റ്റാൻഡേർഡ് ഈസ് ഗിവൺ ടൈം വേജ് ഓൺലി. അപ്പോൾ സ്റ്റാൻഡേർഡിനെക്കാട്ടിലും ബിലോ ആണ് അവരുടെ പെർഫോമൻസ് എന്നുണ്ടെങ്കിൽ അവർക്ക് ടൈം വേജ് മാത്രമേ കൊടുക്കുള്ളൂ. പെർഫോമൻസ് അറ്റ് സ്റ്റാൻഡേർഡ് ഈസ് ഗിവൺ ടൈം വേജ് ആൻഡ് ബോണസ് ഓഫ് 20% ഓഫ് ടൈം വേജ്. സ്റ്റാൻഡേർഡ് പെർഫോമൻസ് ആണ് അവർ അറ്റൈൻ ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ടൈം വേജും പിന്നെ ബോണസും കൂടെ അവർക്ക് കിട്ടുന്നുണ്ട്. ഇനി പെർഫോമൻസ് എബവ് സ്റ്റാൻഡേർഡ് ആണെന്നുണ്ടെങ്കിൽ ഹൈ പീസ് റേറ്റ് ആണ്. നോർമൽ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓർഡിനറി പീസ് റേറ്റിൻ്റെ 120% ആണ് സാധാരണ സ്റ്റാൻഡേർഡ് പെർഫോമൻസിനെക്കാട്ടിലും എബവ് ആണെന്നുണ്ടെങ്കിൽ കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ റെമ്യൂണറേഷൻ നമ്മൾ എങ്ങനെയാണെന്നോ ഒന്നും കൂടെ ഒന്ന് നോക്കാം. ഔട്ട്പുട്ട് ബിലോ സ്റ്റാൻഡേർഡ് ആണെന്നുണ്ടെങ്കിൽ ടൈം റേറ്റ്, ഔട്ട്പുട്ട് അറ്റ് സ്റ്റാൻഡേർഡ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ എന്ത് കിട്ടും? ഒരു ബോണസ് 20%ഉം കൂടെ ടൈം റേറ്റിൻ്റെ 20% ബോണസ് കിട്ടും. ഔട്ട്പുട്ട് എബവ് സ്റ്റാൻഡേർഡ് ആണെന്നുണ്ടെങ്കിൽ ഓർഡിനറി പീസ് റേറ്റിൻ്റെ 120% ആണ് കിട്ടുന്നത്. അപ്പോൾ ഇത് എഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് ഒന്നും കൂടെ ബെറ്ററായിട്ട് പെർഫോം ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ അതേസമയം ലെസ് സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സിനുണ്ടെങ്കിൽ അവരിനെ എന്ത് ചെയ്യുന്നുണ്ട്? ടൈം വേജ് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റാൻഡേർഡ് ടൈമിൻ്റെ ഉള്ളിൽ അവർക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അവർക്കൊരു ടൈം വേജ് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. അതാണ് നമ്മളുടെ ഗാണ്ട് ടാസ്ക് ബോണസ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത. ഇവിടെ ബോണസും ടൈം റേറ്റും പീസ് റേറ്റും ഒക്കെ കമ്പൈൻ ചെയ്യുകയാണ്. ടൈം വേജ് ഗ്യാരണ്ടീഡ് ആണ്. സ്റ്റാൻഡേർഡ് ടൈമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഔട്ട്പുട്ടോ ഒക്കെ ആദ്യം ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ പെർഫോമൻസ് ബിലോ സ്റ്റാൻഡേർഡ് ആണെങ്കിൽ ടൈം വേജ് മാത്രം കൊടുക്കണു. പെർഫോമൻസ് അറ്റ് സ്റ്റാൻഡേർഡ് ആണെന്നുണ്ടെങ്കിൽ ബോണസും കൂടെ കൊടുക്കുന്നു. 20% ബോണസും കൂടെ കിട്ടും. എബവ് സ്റ്റാൻഡേർഡ് ആണെന്നുണ്ടെങ്കിൽ 120% എക്സ്ട്രാ ഓർഡിനറി പീസ് റേറ്റിൻ്റെ 120% കിട്ടും. അടുത്തത് എമേഴ്സൺസ് എഫിഷ്യൻസി സിസ്റ്റമാണ്. അതിൻ്റെ ഫീച്ചേഴ്സായിട്ട് പറയുകയാണെങ്കിൽ ആദ്യത്തെ ഡേ വേജ് ഈസ് ഗ്യാരണ്ടീഡ് റിഗാർഡ്ലെസ് ഓഫ് പെർഫോമൻസ്. പെർഫോമൻസിനെ കൺസിഡർ ചെയ്യാതെ തന്നെ അവിടെ ഡേ വേജ് ഗ്യാരണ്ടീഡ് ആയിരിക്കും. ഇനി സ്റ്റാൻഡേർഡ് ടൈം ഈസ് സെറ്റ് ഫോർ ഈച്ച് ജോബ് ഓർ ഓപ്പറേഷൻ. ഓരോ ജോബിനും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾക്കും ഒരു സ്റ്റാൻഡേർഡ് ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇത്ര വോളിയം ഓഫ് ഔട്ട്പുട്ട് എന്നുള്ളത് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൽ ബിലോ 66.7% എഫിഷ്യൻസി ആണെങ്കിൽ വർക്കർക്ക് അവേർലി റേറ്റിൻ്റെ ബേസിസിലാണ് പേയ്മെൻറ്റ് ചെയ്യുക. ഇനി 66.7% ടു 100% എഫിഷ്യൻസി ആണെന്നുണ്ടെങ്കിൽ ദ വർക്കർ ഈസ് പെയ്ഡ് ബൈ അവേർലി റേറ്റ് ഫോർ ദ ടൈം ഹി ആക്ച്വലി വർക്ക്സ്. എത്ര ടൈം ആക്ച്വലി വർക്ക് ചെയ്തു പ്ലസ് ആൻ ഇൻക്രീസിങ് ബോണസ് അക്കോർഡിംഗ് ടു ഡിഗ്രി ഓഫ് എഫിഷ്യൻസി. അവരുടെ ഡിഗ്രി ഓഫ് എഫിഷ്യൻസിയുടെ ബേസിസിൽ അവർക്ക് ബോണസും കൂടെ കിട്ടുന്നുണ്ട്. ദെൻ എബവ് 100% എഫിഷ്യൻസി ആണെങ്കിൽ ഒരു അഡീഷണൽ ബോണസ് കിട്ടും. ഓരോ 1% എഫിഷ്യൻസി ഇൻക്രീസിനും 1% അവേർലി റേറ്റും കൂടെ കൂട്ടിയിട്ടാണ് എബവ് 100% ആണെന്നുണ്ടെങ്കിൽ റെമ്യൂണറേഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സിൽ മെയിനായിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, ഒന്ന് ടൈം വേജ് ഗ്യാരണ്ടീഡ് ആണ് റിഗാർഡ്ലെസ് ഓഫ് പെർഫോമൻസ്. രണ്ടാമത് ഓരോ ജോബിനും ഓരോ ഓപ്പറേഷൻസിനും ടൈം ഒരു സ്റ്റാൻഡേർഡ് ടൈമോ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടൊക്കെ ഫിക്സ് ചെയ്യും. ബിലോ 66.7% എഫിഷ്യൻസി ആണെങ്കിൽ അവേർലി റേറ്റ് മാത്രമാണ് കൊടുക്കുക. 66.7% ടു അപ് ടു 100% ആണെന്നുണ്ടെങ്കിൽ
അവേർലി എത്ര അവേഴ്സ് അവർ വർക്ക് ചെയ്തു ഇൻറ്റു അതിൻ്റെ അവേർലി റേറ്റ് പ്ലസ് ഇൻക്രീസിങ് ബോണസും കൂടെ കിട്ടുന്നുണ്ട്. എബവ് 100% എഫിഷ്യൻസി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുന്നത്, അതായത് ഓരോ 1% എഫിഷ്യൻസി ഇൻക്രീസിനും 1% അവേർലി റേറ്റ് ബോണസും കൂടെ കിട്ടുന്നുണ്ട്. ഇതിൽ എഫിഷ്യൻസി ഡിറ്റർമിൻ ചെയ്യുമ്പോൾ അത് ടൈം ബേസിസിലും ആയിരിക്കാം, പ്രൊഡക്ഷൻ ബേസിസിലും ആയിരിക്കാം. ടൈം ബേസിസിലാണെങ്കിൽ സ്റ്റാൻഡേർഡ് ടൈം അലൗഡ്, എത്രയാണോ നമ്മൾ ഫിക്സ് ചെയ്ത സ്റ്റാൻഡേർഡ് ടൈം ഡിവൈഡഡ് ബൈ എത്ര ടൈം എടുത്തു ആ ഒരു ജോബ് കംപ്ലീറ്റ് ചെയ്യാൻ ഇൻറ്റു 100 ടൈം ബേസിസിലാണെങ്കിൽ. ഇനി പ്രൊഡക്ഷൻ ബേസിസിലാണെങ്കിൽ ആക്ച്വൽ പ്രൊഡക്ഷൻ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ, എത്ര പ്രൊഡക്ഷൻ ചെയ്തു, എത്രയാണോ നമ്മൾ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തത് ഇൻറ്റു 100. ഇനി അടുത്ത സിസ്റ്റം അല്ലെങ്കിൽ അടുത്തൊരു സ്കീം എന്ന് പറയുന്നത് ബിഡോക്സ് പോയിൻ്റ് സ്കീമാണ്. ബിഡോക്സ് പോയിൻ്റ് സ്കീമിൽ ഇതിൽ നമ്മൾ എല്ലാ ജോബും നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ഈ ബിഡോക്സ് പോയിൻറ്റ്സിലാണ്, അല്ലെങ്കിൽ നമ്മൾ ബി എന്ന് പറയും, ബീസ്. അപ്പോൾ ഒരു ബി എന്ന് പറയുന്നത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു നോർമൽ വർക്കിംഗ് കണ്ടീഷനിൽ ഒരു ഇൻഡിവിജ്വൽ വർക്കർക്ക് ചെയ്യാൻ പറ്റുന്ന, ഒരു ആവറേജ് വർക്കർക്ക് ചെയ്യാൻ പറ്റുന്ന വർക്ക്, അതിനെയാണ് നമ്മൾ ഒരു ബി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബീസിൻ്റെ ബേസിസിലാണ് നമ്മളിവിടെ ഓരോ ജോബിനെയും എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ജോബ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടോട്ടൽ ബീസ് പ്രൊഡ്യൂസ്ഡ് കിട്ടും. ഈ ടോട്ടൽ ബീസ് നമ്മൾ എന്ത് ചെയ്യും, കമ്പയർ ചെയ്യും. സ്റ്റാൻഡേർഡ് ബി എത്രയായിരുന്നോ ടോട്ടൽ എത്ര വന്നോ ഇത് തമ്മിൽ കമ്പയർ ചെയ്യും. അപ്പോൾ എത്രയാണോ നമ്മൾ, എത്ര ബീസ് നമ്മൾ സേവ് ചെയ്തിട്ടുണ്ടോ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ വർക്കർ ഒരു ബീസും സേവ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഒരു ടൈമും സേവ് ചെയ്തിട്ടില്ല, ഒരു ബീസും അയാൾ സേവ് ചെയ്തിട്ടില്ലെങ്കിൽ ടൈം വേജ് മാത്രമേ കൊടുക്കുള്ളൂ. ഇനി സപ്പോസ് അയാൾ ടൈം സേവ് ചെയ്തിട്ടുണ്ട്, ബീസ് സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടൈം വേജിൻ്റെ പുറമെ ഒരു എത്ര ബീസ് അയാൾ സേവ് ചെയ്തോ അതിൻ്റെ ഒരു 75% ബോണസും കൂടെ ഏർണിങ്സ് ആയിട്ട് കിട്ടും. ബാക്കി ഈ 75% ആണ് കിട്ടുന്നത് വർക്കർക്ക്. ബാക്കി വരുന്ന 25% എത്ര ബാക്കി നമ്മൾ സേവ് ചെയ്ത, ഈ വർക്കർ സേവ് ചെയ്ത ബിയുടെ ബാക്കി 25% സൂപ്പർവൈസർക്കാണ് പോവുക. അപ്പോൾ ഇതിൻ്റെ ഏർണിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഏർണിങ്സ് ഈക്വൽ ടു അവേഴ്സ് വർക്ക്ഡ്, എത്ര അവേഴ്സ് വർക്ക് ചെയ്തു ഇൻറ്റു അവേർലി റേറ്റ്, എത്രയാണോ ഒരു മണിക്കൂറിൻ്റെ റേറ്റ് പ്ലസ് പോയിൻറ്റ് സേവ്ഡ്, എത്ര ബീസ് അവർ സേവ് ചെയ്തു ഇൻറ്റു അവേർലി റേറ്റ്, അതിൻ്റെ അവേർലി റേറ്റ് ഡിവൈഡഡ് ബൈ 60 ഇൻറ്റു 75%. ഇങ്ങനെയാണ് നമ്മളിതിൻ്റെ ഏർണിങ്സ് വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ ബിഡോക്സ് പോയിൻ്റ് സ്കീം ഈ ബീസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആണ്. ബീസ് എന്ന് പറയുന്നത് ഒരു നോർമൽ വർക്കിംഗ് കണ്ടീഷനിൽ ഒരു ആവറേജ് വർക്കർക്ക് ചെയ്യാൻ പറ്റുന്ന വർക്ക്, അതിനാണ് നമ്മൾ 1B എന്ന് പറയുക. അപ്പോൾ ടോട്ടൽ നമ്മളൊരു ജോബ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ബീസ് എത്ര ഉണ്ടെന്ന് അറിയാൻ പറ്റും. ആ ടോട്ടൽ ബീസിൽ നമുക്ക് ആക്ച്വൽ എത്ര ടൈം നമ്മൾ എടുത്തിട്ടുണ്ട് ഇത് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ സേവ് ചെയ്ത ബീസ് കിട്ടും. ഈ സേവ് ചെയ്ത ബീസിൻ്റെ മുകളിലാണ് നമുക്ക് ബോണസ് കിട്ടുന്നത്. കോമ്പിനേഷൻ ഓഫ് ടൈം ആൻഡ് പീസ് വേജിൻ്റെ കോമ്പിനേഷനിൽ 3 സ്കീംസാണ് നമ്മൾ പഠിച്ചത്. ഗാൺ ടാസ്ക് ബോണസ് സിസ്റ്റം, അതുപോലെ തന്നെ എമേഴ്സൺസ് എഫിഷ്യൻസി സിസ്റ്റം, ലാസ്റ്റ് വൺ ബിഡോക്സ് പോയിൻ്റ് സ്കീം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ബോണസ് പ്ലാൻസ് ആണ്. ഇതിൽ ബോണസ് പ്ലാൻസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ജോബും പെർഫോം ചെയ്യാനായിട്ട് ഒരു സ്റ്റാൻഡേർഡ് ടൈം ആദ്യം തന്നെ ഡിറ്റർമിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ സ്റ്റാൻഡേർഡ് ടൈമിനെക്കാട്ടിലും കുറവ് ടൈം എടുത്തിട്ടാണ് ആ ജോബ് കംപ്ലീറ്റ് ചെയ്തത് എന്നുണ്ടെങ്കിൽ വർക്കർക്ക് എന്ത് കിട്ടും, നോർമൽ വേജും അതിൻ്റെ മുകളിൽ അവരെത്രയാണോ ടൈം സേവ് ചെയ്തത് അതിൻ്റെ ബേസ് ചെയ്തുകൊണ്ടുള്ളൊരു ബോണസും അവർക്ക് കിട്ടും. ഇതിൽ ഈ ബോണസ് പ്ലാൻസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ വർക്കർ സേവ് ചെയ്യുന്ന ടൈം അതിൻ്റെ ബേസിസിൽ 2 പേർക്കും അത് ബെനിഫിഷ്യലാണ്. എംപ്ലോയർക്കാണെങ്കിലും എംപ്ലോയിക്കും അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് വേരിയസ് സ്കീംസ് എന്നുള്ളത് നോക്കാം. മെയിനായിട്ടും നമ്മൾ ഫസ്റ്റ് വൺ പറയുന്നത് ഹാൽസി പ്രീമിയം പ്ലാൻ ആണ്. ഹാൽസി പ്രീമിയം പ്ലാൻ എന്ന് പറയുന്നത് അത് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത് FA ഹാൽസി
ആണ് അത് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പ്ലാൻ പ്രകാരം പറയുന്നത് ഒരു മിനിമം അവേർലി വേജ് ഈസ് പെയ്ഡ് ആൻഡ് ഇൻ അഡീഷൻ ദ വർക്കർ ഈസ് പെയ്ഡ് എ പ്രീമിയം ഓർ ബോണസ് ഇഫ് ഹിസ് പെർഫോമൻസ് ഈസ് ബെറ്റർ ദാൻ ആക്സെപ്റ്റഡ് സ്റ്റാൻഡേർഡ്. അതായത് ഫിക്സഡ് നമ്മൾ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. ആ ഒരു ഫിക്സഡ് സ്റ്റാൻഡേർഡിനെക്കാട്ടിലും നന്നായിട്ട് പെർഫോം ചെയ്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലാൻ പ്രകാരം ഒരു മിനിമം അവേർലി വേജും കിട്ടുന്നുണ്ട്. അതായത് അവർക്ക് കിട്ടുന്ന ബോണസിനും പ്രീമിയത്തിനും കൊടുക്കുന്നതിന് പുറമെ തന്നെ അവർക്കൊരു മിനിമം അവേർലി വേജും കൂടെ കിട്ടുന്നുണ്ട്. സ്റ്റാൻഡേർഡിനെക്കാട്ടിലും ബെറ്റർ പെർഫോമൻസ് ആണെങ്കിൽ. പിന്നെ സ്റ്റാൻഡേർഡ് അവേഴ്സ് ഓരോ യൂണിറ്റും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ എടുക്കുന്ന സ്റ്റാൻഡേർഡ് അവേഴ്സ് എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ ബേസിസിലാണ് നമ്മളത് കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഇനി സ്റ്റാൻഡേർഡ് ടൈമിനെക്കാട്ടിലും കൂടുതൽ ടൈം എടുത്തിട്ടാണ് അത് കംപ്ലീറ്റ് ചെയ്തത് എന്നുണ്ടെങ്കിൽ അയാൾക്ക് കിട്ടുന്ന വേജ് എന്ന് പറയുന്നത് ടൈം റേറ്റ്, അതായത് ആക്ച്വലി എത്ര ടൈം അയാൾ വർക്ക് ചെയ്തോ അതിൻ്റെ ബേസിസിലുള്ള ടൈം റേറ്റ് ആണ് അയാൾക്ക് കിട്ടുന്നത്. അതായിരിക്കും അയാളുടെ ഏർണിങ്സ് എന്ന് പറയുന്നത്. ജോബ് കംപ്ലീറ്റ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് ടൈമിനെക്കാട്ടിലും കുറവ് ടൈമിലാണെങ്കിൽ മിനിമം അവേർലി വേജും അതിൻ്റെ ബോണസും കിട്ടുന്നുണ്ട്. സോ ബോണസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ 50% ടൈം സേവ് ചെയ്തതിൻ്റെ in practice the bonus is calculated to give the employee 50% of the time saved. ടൈം സേവ് ചെയ്തതിൻ്റെ 50% ബോണസും ഇവിടെ എംപ്ലോയിക്ക് കിട്ടുന്നുണ്ട്. ബാക്കി വരുന്ന 50% എംപ്ലോയർക്കാണ് പോവുക. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫോർമുല വരുന്നത് നോക്കാം. ആക്ച്വൽ അവേഴ്സ് വർക്ക്ഡ് ഇൻറ്റു എത്രയാണോ അവർ വർക്ക് ചെയ്ത ആക്ച്വൽ അവേഴ്സ് ഇൻറ്റു റേറ്റ് പെർ അവർ, ഒരു അവറിൻ്റെ റേറ്റ് എത്രയാണോ പ്ലസ് 50%, അതായത് എംപ്ലോയിക്ക് കിട്ടുന്ന 50%. അപ്പോൾ അതിൽ സ്റ്റാൻഡേർഡ് അവേഴ്സിൽ നിന്നും എത്ര ആക്ച്വൽ അവേഴ്സ് അവർ വർക്ക് ചെയ്തു അതും കൂടെ ലെസ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതിൻ്റെ 50% അതാണല്ലോ നമ്മൾ ടൈം സേവ് ചെയ്തു എന്ന് പറയുന്നത്. അതിൻ്റെ 50% ആണ് ഇൻറ്റു റേറ്റ് പെർ അവർ, ഒരവറിൻ്റെ റേറ്റ്. അങ്ങനെയാണ് അവർക്ക് കിട്ടുന്ന ഏർണിങ്സ് എന്ന് പറയുന്നത്. ദെൻ അതിൻ്റെ അഡ്വാൻറ്റേജ് പറയുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഈസി ടു ഓപ്പറേറ്റ്. പിന്നെ ഇതിൽ നമ്മൾ പറഞ്ഞു ടൈം വേജ് ഗ്യാരണ്ടീഡ് ആണ്. റിഗാർഡ്സ് എഫിഷ്യൻസി ബൈ ഗിവിങ് ബോണസ്, എഫിഷ്യൻസിക്ക് എന്ത് കൊടുക്കുന്നുണ്ട്, ബോണസ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ടൈം സേവ് ചെയ്യാനായിട്ടുള്ള ഒരു ഇൻസെൻറ്റീവ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഗെയിൻ റിസൾട്ടിങ് ഫ്രം സേവിങ്സ് ഇൻ ടൈം ഈസ് ഷെയർഡ് ബൈ എംപ്ലോയർ ആൻഡ് എംപ്ലോയി ഈക്വലി. ഇവിടെ 50% ആണല്ലോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടൈം സേവ് ചെയ്തതിൻ്റെ 50% എംപ്ലോയറും ബാക്കി 50% എംപ്ലോയി ആണ് ഷെയർ ചെയ്യുന്നത്. ഈക്വൽ ഷെയറിംഗ് ആണ്. മാത്രമല്ല പ്രൊഡക്ഷൻ കൂടും, അങ്ങനെ ലേബർ കോസ്റ്റും നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയാണ് അഡ്വാൻറ്റേജ്. സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഈസി ടു ഓപ്പറേറ്റ്, ടൈം വേജ് ഗ്യാരണ്ടീഡ് ആണ്, ബോണസ് കൊടുക്കുന്നുണ്ട്, ഇൻസെൻറ്റീവ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഈക്വലായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് വൺ പ്രൊഡക്ഷൻ കൂടും, അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ലേബർ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. ഇനി ഇതിന് അതിൻ്റേതായ ഡിഫക്റ്റുകളും ഉണ്ട്. ഫസ്റ്റ് വൺ പറയുന്നത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, ടൈം ഫിക്സ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ടൈം ഫിക്സ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. മാത്രമല്ല ഇൻസെൻറ്റീവ് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ കൊടുക്കുന്ന ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത് ഇപ്പോൾ എഫിഷ്യൻറ്റ് വർക്കേഴ്സിന് അത്ര വലിയൊരു സ്ട്രോങ് ഇൻസെൻറ്റീവ് എന്നൊന്നും പറയാനായിട്ട് ഇല്ല. ദെൻ മാത്രമല്ല ഇവിടെ നമ്മൾ പറഞ്ഞു വർക്കേഴ്സ് സേവ് ചെയ്യുന്ന ടൈമിൻ്റെ 50% എംപ്ലോയർക്ക് പോകുന്നുണ്ട്. സോ എംപ്ലോയീസിന് അത് ഇഷ്ടപ്പെടില്ല. പിന്നെ പറയുന്നത് അവരുടെ എഫിഷ്യൻസി ലെവലിനനുസരിച്ചിട്ട് ഏർണിങ്സ് അതിൻ്റെ ഒരു പെർ യൂണിറ്റ് അങ്ങനെ കുറഞ്ഞു വരികയാണ് ചെയ്യുക. അപ്പോൾ ഡിസഡ്വാൻറ്റേജ് പറയുന്നത് സ്റ്റാൻഡേർഡ് ടൈം ഫിക്സ് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്. പിന്നെ ഇൻസെൻറ്റീവ് അത്രത്തോളം സഫിഷ്യൻ്റ് അല്ല. പിന്നെ പറയുന്നത് ഈക്വൽ ഷെയറിങ് വരുമ്പോൾ എംപ്ലോയീസിന് ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കും. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെയോടൊപ്പം അവരുടെ ഏർണിങ്സ് അത്ര കാര്യമായിട്ട് അങ്ങോട്ട് ഇൻക്രീസ് ചെയ്യുന്നില്ല. അതും അങ്ങനെ പെർ യൂണിറ്റ് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ പ്ലാനാണ് ഹാൽസി വെയർ പ്രീമിയം പ്ലാൻ. ഈ പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് GFJ വെയർ ലിമിറ്റഡ്, ഗ്ലാസ്ഗോയിലുള്ള GFJ വെയർ ലിമിറ്റഡ് ആണ്. ഇപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ ഈ ഹാൽസി പ്ലാൻ്റെ ഒരു മോഡിഫൈഡ് വേർഷനാണ് ഹാൽസി വെയർ പ്രീമിയം പ്ലാൻ എന്ന് പറയുന്നത്.
ഇതിൽ നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞതിൽ 50% ടൈം സേവ് ചെയ്തതിൻ്റെ 50% ബോണസായിട്ട് കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷേ ഇതിൽ ആ 50% എന്നുള്ളത് റീപ്ലേസ് ചെയ്ത് 33% ആക്കി മാറ്റിയിട്ടുണ്ട്. ബാക്കി പ്രോഫിറ്റ് എന്ന് പറയുന്നത്, ബാക്കി ടൈം സേവ് ചെയ്തതിൻ്റെ ബാക്കി ബെനിഫിറ്റൊക്കെ പോകുന്നത് എംപ്ലോയിക്കാണ്. The remaining benefit of time saved goes to the employee. Thus the earnings of the worker. അപ്പോൾ ഇവിടെ വർക്കറിൻ്റെ ഏർണിങ്സ് എന്ന് പറയുന്നത് വേജസ് ഫോർ ആക്ച്വൽ അവേഴ്സ് വർക്ക്ഡ്. അതിൽ അവർക്ക് എത്ര അവേഴ്സ് അവർ വർക്ക് ചെയ്തോ അതിനുള്ള വേജ് കിട്ടും. അതുപോലെ 33.33% ഓഫ് ബോണസ് ഓഫ് ടൈം സേവ്ഡ് അറ്റ് നോർമൽ വേജ് റേറ്റ്. അവർ ടൈം സേവ് ചെയ്തതിൻ്റെ 33.33% കിട്ടും. ഇതിൽ ഹാൽസി പ്ലാനിലുള്ള എല്ലാ അഡ്വാൻറ്റേജസും ഇതിനും ഉണ്ടായിരിക്കും. ബട്ട് ഏൺഡ് ദ അൺപോപ്പുലാരിറ്റി. പക്ഷേ ഇത് അത്ര അധികം ഫേമസ് ആയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇതിൽ 33% എംപ്ലോയിക്കും ബാക്കിയാണ് എംപ്ലോയർക്ക് പോകുന്നത്. അപ്പോൾ മേജർ പോർഷൻ കിട്ടുന്നത് എംപ്ലോയർക്കാണ്. സോ അതുകൊണ്ട് അത് അത്രമാത്രം ആക്സെപ്റ്റബിൾ ആയിരുന്നില്ല. ഇനി മൂന്നാമത്തെ പ്ലാൻ എന്ന് പറയുന്നത് റോവൻ പ്ലാൻ ആണ്. അപ്പോൾ ഈ റോവൻ മെത്തേഡിൽ വർക്കേഴ്സിൻ്റെ ഡേ റേറ്റ് ഗ്യാരണ്ടീഡ് ആണ്. ഒരു സ്റ്റാൻഡേർഡ് ടൈം ഫിക്സ് ചെയ്യുന്നുണ്ട്. ഇഫ് ദ വർക്കർ ഇഫക്ട്സ് എ സേവിങ്, ഇപ്പോൾ ഒരു സേവിങ് നടത്തിയിട്ടുണ്ടെങ്കിൽ എ പെർസെൻറ്റേജ് ഈക്വൽ ടു ദ ടൈം സേവ്ഡ്, അതിൻ്റെ ഇത്ര ബോണസായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ടൈം സേവ്ഡ് ഇൻറ്റു, എത്രയാണോ അവർ ടൈം സേവ് ചെയ്തത്, ഇൻറ്റു ടൈം ടേക്കൺ, എത്ര ടൈം എടുത്തിട്ടാണോ അവർ ആ ജോബ് പെർഫോം ചെയ്തത്, ഡിവൈഡഡ് ബൈ ടൈം അലൗഡ്, എത്രയാണോ നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് ഫിക്സ് ചെയ്തത്, ഇൻറ്റു റേറ്റ്. അങ്ങനെയാണ് അതിൽ ബോണസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഹാൽസി പ്ലാൻ പോലെയല്ല ഇതിൽ പാസ്റ്റ് പ്രൊഡക്ഷൻ റെക്കോർഡ്സ് എന്നൊക്കെയാണ് ഇത് പഠിക്കുന്നത്. ടൈം സ്റ്റഡീനെ ബേസ് ചെയ്തുകൊണ്ടല്ല. മാത്രമല്ല ഒരു ഡിക്രീസിങ് റേറ്റിലാണ് ഇവിടെ വേജിൻ്റെ ഇൻക്രീസ് വരുന്നത്. ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് അഷ്യൂർസ് ഗ്യാരണ്ടീഡ് ടൈം വേജ്. അത് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടൈം വേജ് ഒക്കെ ഗ്യാരണ്ടീഡ് ആണ്. പിന്നെ ലേണേഴ്സിനും ബിഗിനേഴ്സിനും തുടക്കക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ഇൻസെൻറ്റീവാണ്. ഇത് നല്ലൊരു എൻകറേജ്മെൻറ്റ് തന്നെയാണ്. പിന്നെ മാത്രമല്ല എംപ്ലോയർക്കും ഇതിൻ്റെ ഒരു ടൈം സേവ് ചെയ്തതിൻ്റെ ഒരു പോർഷൻ കിട്ടുന്നുണ്ട്. ഹയർ ബോണസ് ടു വർക്കേഴ്സ്, വർക്കേഴ്സിന് ഹയർ ബോണസ് കിട്ടുന്നുണ്ട്. ഹാൽസി സ്കീമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബോണസ് ഡിക്ലൈൻസ് അറ്റ് ഹയർ ലെവൽസ് ഓഫ് എഫിഷ്യൻസി ലെവൽ കൂടുന്തോറും ബോണസ് ഡിക്ലൈൻ ചെയ്ത് വരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വർക്കേഴ്സ് ഒരുപാട് ബുദ്ധിമുട്ടി വർക്ക് ചെയ്ത് പൈസ ഉണ്ടാക്കാൻ വേണ്ടി കൂടുതലായിട്ട് അങ്ങനെ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുകയൊന്നുമില്ല. കാരണം എഫിഷ്യൻസി കൂടുന്തോറും അവർക്ക് കിട്ടുന്ന ബോണസ് ലെവലിൽ അത്ര വലിയ ഇൻക്രിമെൻ്റ് ഒന്നുമില്ല. സോ അങ്ങനെ ഭയങ്കര വർക്കേഴ്സിന് അങ്ങനെ ഒരു റഷിങ് വർക്കിൻ്റെ ആവശ്യമൊന്നുമില്ല. സോ ഇത്രയൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജ് പറയുന്നത്. ടൈം വേജ് ഗ്യാരണ്ടീഡ് ആണെന്ന് പറഞ്ഞു, ബിഗിനേഴ്സിനൊക്കെ സ്യൂട്ടബിൾ ആണ്. അതുപോലെ തന്നെ എംപ്ലോയർക്കും ടൈം സേവ് ചെയ്തതിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ട്. പിന്നെ ഹാൽസി സ്കീമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹയർ ബോണസ് ഉണ്ട്. ദെൻ എഫിഷ്യൻസി ലെവൽ കൂടുന്തോറും കിട്ടുന്ന ബോണസ് ഡിക്ലൈൻ ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. ദെൻ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാൽസി സ്കീമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ഡിഫിക്കൽട്ടാണ്. പിന്നെ ഇൻസെൻറ്റീവ് വാല്യൂ ലോ ആണെന്ന് പറഞ്ഞു അല്ലേ. എഫിഷ്യൻസി കൂടുന്തോറും ഇൻസെൻറ്റീവ് വാല്യൂ കുറയുക. അപ്പോൾ അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ്. പിന്നെ ടൈം സേവ് ചെയ്തതിൻ്റെ ഫുൾ ബെനിഫിറ്റ് വർക്കേഴ്സിന് കിട്ടില്ല. ഓൾറെഡി പറഞ്ഞു അതിൻ്റെ ഒരു ഷെയർ ആർക്കും പോകുന്നുണ്ട്, എംപ്ലോയർക്കും പോകുന്നുണ്ട്. മാത്രമല്ല ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ മോർ എഫിഷ്യൻറ്റ് വർക്കേഴ്സിനും ലെസ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കേഴ്സിനും ഒരേ ബോണസ് തന്നെയാണ് കിട്ടുന്നത്. ഇത്രയാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജ്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. എഫിഷ്യൻസി ലെവൽ കൂടുന്തോറും ഇൻസെൻറ്റീവ് വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ എംപ്ലോയർക്കും അതിൻ്റെ ഒരു ഷെയർ കിട്ടുന്നുണ്ട്. ദെൻ ലാസ്റ്റ് വൺ, അവിടെ ഡിസ്ക്രിമിനേഷൻ ഇല്ല, എല്ലാവർക്കും ഒരേ ബോണസാണ് കിട്ടുന്നത്. ഇനി അടുത്ത സ്കീമാണ് ബാർത്ത് സ്കീമാണ്. ഇത് ഏകദേശം ഈ ഹാൽസി പ്ലാനും റോവൻ പ്ലാനും പോലൊക്കെ തന്നെയാണ്. പക്ഷേ ഇത് സ്റ്റാൻഡേർഡ് ടൈമിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ ഗ്യാരണ്ടീഡ് ടൈം റേറ്റ് ഇല്ല. മറ്റുള്ളതിലൊക്കെ ഗ്യാരണ്ടീഡ് ടൈം റേറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ഇതിൽ അങ്ങനെ കൊടുക്കണില്ല. ഇവിടെ എംപ്ലോയിയുടെ ഏർണിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആദ്യം
മൾട്ടിപ്ലൈ സ്റ്റാൻഡേർഡ് ടൈം ബൈ ആക്ച്വൽ ടൈം ടേക്കൺ ടു ഡു എ ജോബ്. ഒരു ജോബ് പെർഫോം ചെയ്യാൻ എടുത്ത ടൈം അതിനെ സ്റ്റാൻഡേർഡ് ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ടേക്ക് ദ സ്ക്വയർ റൂട്ട് ഓഫ് ദിസ് പ്രൊഡക്റ്റ്. എന്നിട്ട് കിട്ടുന്ന ആൻസറിനെ അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. ദെൻ മൾട്ടിപ്ലൈ ദിസ് പ്രൊഡക്റ്റ് ബൈ ടൈം റേറ്റ്. എന്നിട്ട് അതിനെ ടൈം റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഫോർമുല കണക്കാക്കുകയാണെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് സ്റ്റാൻഡേർഡ് ടൈം ഇൻറ്റു ആക്ച്വൽ ടൈം ടേക്കൺ ഇൻറ്റു റേറ്റ് പെർ അവർ. സ്റ്റാൻഡേർഡ് ടൈമിനെ ആക്ച്വൽ ടൈം അവരെത്ര വർക്ക് ചെയ്തു അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ട് അതിനെ റേറ്റ് പെർ അവർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോഴാണ് നമുക്ക് ഏർണിങ്സ് കിട്ടുക. ദെൻ ആക്സിലറേറ്റിംഗ് പ്രീമിയം ബോണസ് സ്കീമാണ് ലാസ്റ്റ് വൺ പറയുന്നത്. ഇതിൽ ബോണസ് ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് ആയിട്ട് നമ്മൾ ഫിക്സ് ചെയ്യണില്ല. അത് എഫിഷ്യൻസിനനുസരിച്ചിട്ട് അത് വേരി ചെയ്തുകൊണ്ടിരിക്കും. ഇതിൽ എഫിഷ്യൻസി ഓഫ് വർക്കേഴ്സ് ഈസ് ഡിറ്റർമിൻഡ് ഇൻ ടേംസ് ഓഫ് ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട്. ഇവിടെ എഫിഷ്യൻസി എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം ഔട്ട്പുട്ടാണോ ഔട്ട്പുട്ടിൽ വരുന്ന ഇൻക്രീസിനനുസരിച്ചിട്ട്, അല്ലെങ്കിൽ എത്രത്തോളം ടൈം അവർ സേവ് ചെയ്തു അതിനനുസരിച്ചിട്ടാണ് ഇവിടെ ഒരു വർക്കറുടെ എഫിഷ്യൻസി നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ബോണസ് അണ്ടർ ദിസ് സ്കീം ഗോസ് ഓൺ ഇൻക്രീസിങ് ആസ് ഔട്ട്പുട്ട് ഇൻക്രീസ്. അപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ട് ബോണസും ഇൻക്രീസ് ചെയ്യും. സോ അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ഇൻസെൻറ്റീവും കൂടിയാണ് ഇത്. ഹൈ ഇൻസെൻറ്റീവ് വർക്കേഴ്സിന് കൊടുക്കുന്നത് കൊണ്ട് തന്നെ അവർ കൂടുതലായിട്ട് ഏൺ ചെയ്യും, കൂടുതലായിട്ട് പെർഫോം ചെയ്യാനായിട്ട് നോക്കും. പക്ഷേ അവിടെ ഒരു പ്രശ്നം വരുന്നത് ഔട്ട്പുട്ടിൻ്റെ ക്വാളിറ്റി സഫർ ചെയ്യേണ്ടി വരും. കാരണം കൂടുതൽ പ്രൊഡക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ അഡ്വാൻറ്റേജ് കിട്ടും എന്നുള്ളത് കൊണ്ട് എല്ലാവരും ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്തുകൊണ്ട് ക്വാണ്ടിറ്റി കൂട്ടാനായിട്ട് നോക്കാറുണ്ട്. അപ്പോൾ മാത്രമല്ല കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സ്കീമും കൂടിയാണ്. വർക്കേഴ്സിനാണെന്നുണ്ടെങ്കിലും ഓപ്പറേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആക്സിലറേറ്റിംഗ് പ്രീമിയം ബോണസ് സ്കീമിൽ നമ്മൾ എഫിഷ്യൻസിയുടെ വരുന്ന ഇൻക്രീസിനനുസരിച്ചിട്ട് ബോണസും വേരി ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എഫിഷ്യൻസി, ഒരു എംപ്ലോയിയുടെ എഫിഷ്യൻസി നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത് അയാൾ എത്രത്തോളം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തു അല്ലെങ്കിൽ എത്രത്തോളം ടൈം സേവ് ചെയ്തു അതിൻ്റെ ബേസിസിലാണ്. അപ്പോൾ ഔട്ട്പുട്ട് കൂടുന്തോറും ബോണസും കൂടും. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രൊഡക്ഷൻ ചെയ്ത് ഏർണിങ്സ് കൂട്ടാൻ നോക്കും. അപ്പോൾ അവിടെ നമുക്ക് നമ്മുടെ ക്വാളിറ്റി അവിടെ സഫർ ചെയ്യേണ്ടതായിട്ട് വരികയാണ് ചെയ്യുന്നത്. പിന്നെ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളൊരു സ്കീമാണ് ഈ ആക്സിലറേറ്റിംഗ് പ്രീമിയം ബോണസ് സ്കീം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ ഈ ബോണസ് പ്ലാൻസിൽ മെയിനായിട്ടും ഇത്രയാണ് പഠിച്ചത്. ഹാൽസി പ്രീമിയം പ്ലാൻ, പിന്നെ ഹാൽസി വെയർ പ്രീമിയം പ്ലാൻ, റോവൻ പ്ലാൻ, ബാർത്ത് സ്കീം ആൻഡ് ലാസ്റ്റ് വൺ ആക്സിലറേറ്റിംഗ് പ്രീമിയം ബോണസ് സ്കീം. ഇത്രയാണ് നമ്മൾ ഇതിൽ കവർ ചെയ്തത്. അപ്പോൾ എല്ലാവരും പഠിക്കുക. ഓരോ മെത്തേഡും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഓരോന്നും ഓരോ ഫോർമുലാസും എങ്ങനെയാണ് അവരുടെ ഏർണിങ്സ് വർക്കൗട്ട് ചെയ്യണമെന്നുള്ളതൊക്കെ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കാം. താങ്ക് യു.